എന്റെ ഡാഡി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഡാഡി എന്റെ വിവാഹ നിശ്ചയത്തിന്റെ തിരക്കിലായിരുന്നു. എന്റെ വിവാഹം നിശ്ചയിച്ച ആ ദിവസം രാത്രി എന്റെ ഉഷ ഗർഭിണിയാണെന്നറിഞ്ഞ അതേ രാത്രി എനിക്ക് മാപ്പ് തരണം. കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച് പാപയാണ് ഞാൻ. എന്നെ വഞ്ചിച്ചു രവിയെ. ഉഷ മരിച്ചതിന്റെ 2ാം ദിവസം അപമാനം താങ്ങാൻ കഴിയാതെ എന്റെ അമ്മ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതോടെ നിശ്ചയിക്കപ്പെട്ട എന്റെ വിവാഹവും മുടങ്ങി. എന്റെ അച്ഛൻ ഇവിടുത്തെ ബിസിനസ് എല്ലാം മതിയാക്കി ബാംഗ്ലൂരിലേക്ക് പോയി. ഞാനവിടെ LLBക്ക് ചേർന്നു. ആ സമയത്താണ് ഇന്ദു രവിയുമായുള്ള വിവാഹം നടന്നത്. അന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ രവി നിന്റെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. നിന്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് അവനെ ഇത്രയും നാൾ ജീവിപ്പിച്ചത്. അല്ലെങ്കിൽ എന്റെ ഉഷയെ നശിപ്പിച്ച അവനെ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഉഷയെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അതെ, എന്റെ ഒരേ ഒരു സഹോദരിയാണ് അവൾ. പോയിസൺ കഴിച്ച് ആത്മഹത്യ ചെയ്ത ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്? അതെ. ഉഷയുമായി ബന്ധമുണ്ടായിരുന്നവൻ നമ്മുടെ രവിയല്ല. വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അല്ല, സത്യം ഞാൻ പറയാം. ഞാനും രവിയും രവികുമാറും ഒരുമിച്ചാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചത്. രവി ഇത് വീട്ടിലിറങ്ങാൻ ഞാൻ ആത്മഹത്യ ചെയ്യല്ലത് വേറെ വഴിയില്ല. അത് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? രവി എന്നെ ഉപേക്ഷിക്കരുത്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പ്രശ്നം നോക്കണ്ടേ? നീ മറ്റെന്തെങ്കിലും മാർഗം തേടിയേ പറ്റൂ. ഉഷേ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് പരിചയമുള്ള ലേഡി ഡോക്ടറല്ല. എന്തിനിടെ അവിടെ ഒരു കരച്ചിലും തൂച്ചിലോ? ലവൻ അവളെ അടിച്ച് ലോഡാക്കി എന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് പോയി പറഞ്ഞു ഒതുക്കിക്കളെ. വാ. പ്രേമായിരിക്കും അല്ലേ? എടാ, ആണുങ്ങളായ നട്ടല് വേണം. ഒരു പെണ്ണെ പ്രേമിക്കാന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമല്ല. പ്രേമിച്ച പെണ്ണെ കെട്ടണം, അവനാണ് ആണ്. പാർട്ടിയെ ഉപദേശിക്കുന്നത്. ഞാൻ ആരെയാണ് സമ്മതിച്ചു. പക്ഷേ എന്റെ സുഖത്തിന്റെ പിന്നിൽ ഒരു പെണ്ണിന്റെ കണ്ണുനീരിന്റെ കഥയിലിടാ. എന്നെ ദാനം കെട്ടിക്കും. വഴക്കുണ്ടാക്കുന്ന അളിയ. ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? അളിയമ്പോ കരയാതിരിക്കും. ഇവിടെ നിന്ന് കരയുന്ന ആരെങ്കിലും കണ്ടാൽ മോശമാണ്. ഉഷ ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് പോയിക്കും. ഇല്ല, ഞാൻ ഇനി വീട്ടിൽ പോകുന്നില്ല. അയ്യോ, അവിവേകം ഒന്നും കാണിക്കരുത്. പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ ഉണ്ടാക്കാം. വരും. ഉഷ കരയണ്ട. ഞാൻ രവികുമാറിനോട് പറഞ്ഞ എല്ലാം ശരിയാക്കാം. ആളൊരു ചൂടനാണെങ്കിലും പാവമാണ്. രവി, ഇങ്ങോട്ട്. നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഡിംഗോളിഫിക്കേഷൻ ഒക്കെ നടത്തി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു നിനക്കെന്താടാ? നീ ആര് സ്വാമി വിവേകാനന്ദന്റെ കൊച്ചുവാണോ? പാവം പെണ്ണ്. അങ്ങനെയൊന്നും പറയാതെ. എന്തോ? നീവോ? ഞാനില്ല, സാറങ്ങ് പോയച്ചാ മതി. ചെല്ല്. അന്ന് കോളേജിൽ നിന്ന് രവി ഉഷയെ കാറിൽ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഞാനുണ്ടവിടെ. ഉഷയെ ഗർഭിണിയാക്കിയിട്ട് രവികുമാർ അവളെ കൈയൊഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടുവന്ന ഉഷയെ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് രവിയാണ്. രവികുമാർ ഇന്ന് തിരുവനന്തപുരത്ത് PWD എഞ്ചിനീയറാണ്. ഗോപി പറഞ്ഞല്ല സത്യമാണോ? ഇതെനിക്ക് നേരിട്ടറിയാവുന്ന സത്യമാണ് രജനി. ഉഷ രവികുമാറിനെ രവി എന്നാണ് വിളിച്ചിരുന്നത്. രജനി അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണ്.
എന്തോ എന്തോ എനിക്ക് മാപ്പ് തരൂ. എനിക്ക് ആളെ അറിയാതെ രജനി, എനിക്ക് ഉടൻ തന്നെ എന്റെ ജീവിതത്തിനെ കാണണം. എന്താ രജനി? നമുക്ക് ഡാഡിയുടെ അടുത്ത് പോവാം. അതെ മോളെ. എന്ത് പറ്റി രജനി? ഫോൺ കിട്ടുന്നില്ല. ഉടനെ ചെന്നില്ലെങ്കിൽ ദേവേട്ടന് ആപത്താണ്. വേഗം പോവാം. ഏത് ഭാഗത്താണ് ഈ വിള്ളല്? ഇടതുവശത്ത് ആ മൂലയിലാണ്. ഞാൻ നോക്കിട്ട് വരാം.
ആ